Hallo, guten Tag. Willkommen auf meinem Kanal. Welcome to my channel Easy German in Malayalam. ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്ക് പരിചയപ്പെടാം. കൊൺയുഗാക്സിയോൺ, ഇംഗ്ലീഷിൽ കോൺജുഗേഷൻ എന്ന് പറയും. ജർമ്മൻ പഠിക്കുമ്പോൾ ബേസിക് മുതലേ പഠിക്കുമ്പോൾ നമുക്ക് കേൾക്കുന്നൊരു വാക്കാണ് കോൺജുഗേഷൻ, വെർബ് കോൺജുഗേഷൻ. ഇന്ന് നമ്മൾ കുറേ ടൈപ്പ് ഓഫ് വെർബ് എങ്ങനെയാണ് കോൺജുഗേറ്റ് ചെയ്യുന്നത് എഴുതുന്നതെന്ന് പഠിക്കാം. എന്താണ് കോൺജുഗേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം മീനിങ് സംയോജനം, കൂട്ടിച്ചേർക്കൽ, അങ്ങനെയാണ് മീനിങ് വരിക. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഒരു വെർബ് എടുത്തിട്ടുണ്ട്, കൊമൻ. കൊമൻ മീൻസ് ടു കം, വരിക. ഓരോ പേഴ്സണൽ പ്രൊണോമൻ വെച്ചിട്ടാണ് നമ്മൾ വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഒരു കുറച്ച് സെൻറ്റൻസ് പറയാം. ഐ കം, യു കം, ഹി ഷീ ഇറ്റ് കംസ്, വി കം, യു കം, ദേ കം. ഈ യു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അങ്ങനെയില്ല, ജർമ്മനിൽ ഈ യുവിൻ്റെയും, അതായത് സിംഗുലർ യുവിൻ്റെയും പ്ലൂറൽ യുവിൻ്റെയും ഫോർമൽ ഫോമാണ് ഈ യു ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ തേർഡ് പേഴ്സണായ ഹി ഷീ ഇറ്റ്, ഇതിന് മാത്രമാണ് നമ്മളൊരു എസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ആ ഒരു വെർബിന് പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഈ വെർബ് അല്ലാതെ വേറെ ഏത് വെർബ് എടുത്താലും, ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പോൾ റൈറ്റ്, ഐ റൈറ്റ്, യു റൈറ്റ്, ഹി ഷീ ഇറ്റ് റൈറ്റ്സ്, അതും ഒരു എസ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്, അല്ലാതെ വേറൊരു ചേഞ്ച് ഇല്ല. അതേസമയം ഇത് നോക്കിയേ, ഇതേ സെയിം സെൻറ്റൻസ് ഞാൻ ജർമ്മനിലാണ് എഴുതിയിരിക്കുന്നത്. ഈഷ് കൊമ ദു കോംസ്റ്റ്, എർ സി എസ് കോംറ്റ്. എർ മീൻസ് ഹി, സി മീൻസ് ഷീ, എസ് മീൻസ് ഇറ്റ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. എർ സി എസ് കോംറ്റ്, ബിയർ കൊമൻ, ഇയർ കോംറ്റ്, സി കൊമൻ, സി കൊമൻ. ഈ സ്മോൾ എസ് വരുന്ന സി ദേ, ഈ ക്യാപിറ്റൽ എസ് ഫോർമൽ ഫോം ഓഫ് യു, ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഇപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? ഈ ഒരു കൊമൻ എന്ന് പറയുന്ന ഒരു വെർബ് ഓരോ പേഴ്സണൽ പ്രൊണോമിനെ വെച്ചിട്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് ചില റൂൾസ് ഉണ്ട്. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞാൻ എൻ്റെ പഴയ ക്ലാസ്സുകളിൽ ഞാൻ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, അങ്ങനെ ഓരോ പേഴ്സണൽ പ്രൊണോമൻ പറഞ്ഞപ്പോഴായാലും ശരി, ഞാനത് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ജസ്റ്റ് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ സിംഗുലറിനൊരു കോളം, പ്ലൂറലിനൊരു കോളം, പിന്നെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മളായിരിക്കും, ഐ. അതായത് ഇപ്പം സംസാരിക്കുന്ന ആരാണോ അവരായിരിക്കും ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അതിൻ്റെ സിംഗുലർ ഈഷ്, ഐ, പ്ലൂറൽ വിയർ, വി. അടുത്തത് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഒരാളോട് നേരിട്ട് സംസാരിക്കില്ലേ, അതാണ് സെക്കൻഡ് പേഴ്സൺ. അത് ജർമ്മനിൽ നമുക്കറിയാം രണ്ട് ടൈപ്പിൽ നമ്മൾ പറയും. ഒന്ന് ഫോർമലും ഒന്ന് ഇൻഫോർമലും. ഇൻഫോർമൽ ദു, അതിൻ്റെ പ്ലൂറൽ ഇയർ. ഫോർമൽ സി, അതിൻ്റെ പ്ലൂറലും നമ്മൾ സി എന്ന് തന്നെയാണ് പറയുക. പിന്നെ വരുന്നത് തേർഡ് പേഴ്സൺ, അതായത് മൂന്നാമതൊരാളെക്കുറിച്ച് പറയുന്നത്. അതായത് എർ സി എസ്, ഹി ഷീ ഇറ്റ്, അത് സിംഗുലറാണ്. പിന്നെ പ്ലൂറൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ സി, ദേ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഈഷ്, ദു, വിയർ, ഇയർ, സി, ഈ 5 വേർഡ്സ് ഒഴികെ വരുന്ന ഓരോ സിംഗിൾ വേർഡും തേർഡ് പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ സിംഗുലറാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കോൺജുഗേഷൻ എർ സി എസ് ബേസ് ചെയ്തിട്ടാവും. അതേസമയം പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേഷൻ സ്മോൾ ലെറ്റർ എസ്, അതായത് ദേ, അതിനെ ബേസ് ചെയ്തിട്ടാവും കോൺജുഗേഷൻ വരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ടൈപ്പ് വെർബ് വരുന്നുണ്ട്. ഒന്ന് റെഗുലർ വെർബ്,
മറ്റൊന്ന് ഇറഗുലർ വെർബ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റെഗുലർ വെർബ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. റെഗുലർ വെർബ് എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിരിക്കും കോൺജുഗേറ്റ് ചെയ്യുന്ന സമയത്ത്. അതായത് ഇവിടെ എങ്ങനെയാണ് ഒരു വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. റിമൂവ് ദ എൻഡിങ് en, അപ്ലൈ ദ എൻഡിങ് അക്കോർഡിംഗ് ടു ദ റൂൾ. ഈ വെർബിൻ്റെ ലാസ്റ്റത്തെ 2 ലെറ്റർ, അതായത് en, ഈ en റിമൂവ് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കി ഭാഗത്തെ അതിൻ്റെ റൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ en അവോയ്ഡ് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന st, t, en, t, en ഇത് അതേപോലെ ചേർത്ത് കൊടുക്കുക. നമുക്ക് നോക്കാം. ഇഷ് കൊമ, അതായത് ലാസ്റ്റത്തെ en റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഈ എടുത്ത് നമ്മളിവിടെ ചേർത്തു. ഇഷ് കൊമ, ദു കോംസ്റ്റ്, st ചേർത്തു. എർ സി എസ് കോംറ്റ്, ആ ടി ഇവിടെ ആഡ് ചെയ്തു. ബിയർ കൊമൻ, en ആഡ് ചെയ്തു. ഇയർ കോംറ്റ്, ടി ആഡ് ചെയ്തു. സി കൊമൻ, en ആഡ് ചെയ്തു. ഇതിൽ ലാസ്റ്റത്തെ സി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന് സ്മോൾ ലെറ്റർ എസ്സും മറ്റൊന്ന് ക്യാപിറ്റൽ ലെറ്റർ എസ്സും ആണ്. സ്മോൾ ലെറ്റർ എസ് ദേ, ക്യാപിറ്റൽ ലെറ്റർ എസ് ഈ ദുവിൻ്റെയും ഇയറിൻ്റെയും ഫോർമൽ ഫോമാണ്. ഇത് രണ്ടിൻ്റെയും കോൺജുഗേഷൻ സെയിം ആയിട്ടാണ് എല്ലാത്തിലും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വായിക്കുമ്പോൾ EST 10 അതായത് നമ്പർ 10 ഇല്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. EST 10. ഇനി ഇതുപോലെ തന്നെ വേറൊരു വെർബ് നോക്കാം. വോണൻ മീൻസ് ടു ലിവ്, താമസിക്കുക. അതിൻ്റെ കോൺജുഗേഷൻ നോക്കാം. ഇഷ് വോണ്, സെയിം ഇതേ കാര്യങ്ങൾ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. ദു വോൺസ്റ്റ്, എർ സി എസ് വോണ്ട്, വിയർ വോണൻ, ഇയർ വോണ്ട്, സി വോണൻ. ഇപ്പോൾ ഇതുപോലെ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് എഴുതാൻ നല്ല എളുപ്പമല്ലേ. ഇതേ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് വെർബ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഗെയിൻ മീൻസ് ടു ഗോ, സ്പീലൻ മീൻസ് ടു പ്ലേ, സാഗൻ മീൻസ് ടു സേ, ബിക്കൊമൻ മീൻസ് ടു ഗെറ്റ് ഓർ റിസീവ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സെയിം ഇതേ റൂൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്ത സെക്ഷനിലെ ഒരു വെർബ് നോക്കാം. ഫിൻഡൻ മീൻസ് ടു ഫൈൻഡ്, കണ്ടെത്തുക. അതിൻ്റെ കോൺജുഗേഷൻ ഇതേ റൂള് ഫോളോ ചെയ്ത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇഷ് ഫിൻഡർ, ദു ഫിൻസ്റ്റ്, എർ സി എസ് ഫിൻറ്റ്, വിയർ ഫിൻഡൻ, ഇയർ ഫിൻറ്റ്, സി ഫിൻഡൻ. ഇതിപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഇത് പറയാൻ കുറച്ചൊരു പ്രയാസം തോന്നില്ലേ? ചില ദൂവിൻ്റെ ആയാലും എർ സി എസിൻ്റെ ആയാലും കോൺജുഗേഷൻ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ എഴുതിയിരിക്കുന്നൊന്ന് നോക്കി. ആഫ്റ്റർ റിമൂവിങ് en, ഇഫ് ദി വേർബ് എൻഡ്സ് വിത്ത് d or t or with any other letter or sound which is difficult to pronounce, put an extra e before the regular ending to make the pronunciation soft, easy and clear. അതായത് ഈ ഒരു വെർബിൻ്റെ അവസാനത്തെ en റിമൂവ് ചെയ്തതിന് ശേഷം ആ വെർബ് അവസാനിക്കുന്നത് d അല്ലെങ്കിൽ t അല്ലെങ്കിൽ വേറെ നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന സൗണ്ടോ ലെറ്ററോ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇ ആഡ് ചെയ്യണം. എവിടെയാണെന്ന് വെച്ചാൽ ദൂവിൻ്റെ കൂടെയും എർ സി എസ് ആൻഡ് ഇയർ ഈ ഒരു കോൺജുഗേഷൻ്റെ കൂടെ എക്സ്ട്രാ ഇ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ആ എക്സ്ട്രാ ഇ ആഡ് ചെയ്ത് ഇത് കറക്റ്റായിട്ട് അതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇഷ് ഫിൻഡർ, ദു ഫിൻഡസ്റ്റ്, എർ സി എസ് ഫിൻഡറ്റ്, വിയർ ഫിൻഡൻ, ഇയർ ഫിൻഡറ്റ്, സി ഫിൻഡൻ. ഇപ്പോൾ നോക്കിയേ, നേരത്തെ നമ്മൾ ദൂവിന് ഫിൻസ്റ്റ് എന്ന് പറഞ്ഞതും
ഇപ്പോൾ ഫിൻഡസ്റ്റ് എന്ന് പറയുന്നത് തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഇതിന് പ്രത്യേകിച്ച് ഒരു ഗ്രാമാറ്റിക്കൽ റീസണൊന്നുമില്ല. നമുക്കത് ഉച്ചരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഇ ആഡ് ചെയ്യുന്നത്. ഇതേ കാറ്റഗറി വരുന്ന 2 വെർബ് കൂടി പരിചയപ്പെടാം. ആർബൈറ്റൻ മീൻസ് ടു വർക്ക്. Ich arbeite, du arbeitest, sie es arbeitet, wir arbeiten, ihr arbeitet, sie arbeiten. അടുത്തത് öffnen means to open. Ich öffne, du öffnest, sie es öffnet, wir öffnen, ihr öffnet, sie öffnen. ഇനി അടുത്തൊരു ടൈപ്പ് വെർബ് നോക്കാം. ഹൈസൻ മീൻസ് ടു ബി കോൾഡ്. അതിൻ്റെ കോൺജുഗേഷനും നോക്കാം. ഇഷ് ഹൈസർ, ദു ഹൈസ്റ്റ്, സി എസ് ഹൈസ്റ്റ്, വിയർ ഹൈസൻ, ഇയർ ഹൈസ്റ്റ്, സി ഹൈസൻ. ഇതും കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ആഫ്റ്റർ റിമൂവിങ് ഇയൻ, ഇഫ് ദി വെർബ് എൻഡ്സ് വിത്ത് എസ്, ഡബിൾ എസ്, set, put only t instead of st to avoid repetition of the letter or sound. അതായത് ഇവിടെ ദൂവിൻ്റെ സ്ഥാനത്ത് ഹൈസ്റ്റ്, ഇവിടെ എസ് ടി ആണ് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ എസ് അവോയ്ഡ് ചെയ്തിട്ട് ടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എസ് ആഡ് ചെയ്യുവാണെങ്കിൽ അത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണല്ലേ. കാര്യം സെറ്റിന് ഓൾറെഡി എസ് എന്നുള്ളൊരു സൗണ്ടാണ്. വീണ്ടും നമ്മൾ എസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇവിടെയും അത് തന്നെയാണ് എൻ്റെ റീസൺ. ഒരു സൗണ്ടിൻ്റെ റെപ്പിറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത്. ഇത് ദൂവിനൊപ്പം മാത്രമായിരിക്കും. ഇഷ് ഹൈസ, ദു ഹൈസ്റ്റ്. ഇനി നമുക്ക് അടുത്ത ഒരു 3 ടൈപ്പ് വെർബ് നോക്കാം. ഇതുവരെ നമ്മൾ വെർബിൻ്റെ എൻഡിങ് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് അതിൻ്റെ റൂട്ട് ഫോം ചേഞ്ചസ് വരുന്നത് എങ്ങനെയാണ് കോൺജുഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഹെൽഫൻ എന്ന് പറഞ്ഞ് വെർബ് എടുത്തിട്ടുണ്ട്. ഹെൽഫൻ മീൻസ് ടു ഹെൽപ്പ്. ഇനി എഴുതിയിരിക്കുന്നത് നോക്കിയേ. ദ റൂട്ട് ഇ ചേഞ്ചസ് ഇൻ ടു ഐ ഓർ ഐ ഇ ബട്ട് ഒൺലി വിത്ത് ദു ആൻഡ് sc. ഇവിടെ ഈ ഹെൽഫൻ എന്നുള്ളതിൻ്റെ റൂട്ട് ഫോം എന്ന് പറയുന്നത് ഹെൽഫ്, അതിൽ ഈ രണ്ടാമതുള്ള ലെറ്റർ ഐ ആയിട്ട് ചേഞ്ച് ആവും. നോക്കാം. ഇഷ് ഹെൽഫർ, ദു ഹിൽസ്റ്റ്, സി എസ് ഹിൽഫ്റ്റ്, വിയർ ഹെൽഫൻ, ഇയർ ഹെൽഫ്റ്റ്, സി ഹെൽഫൻ. ഇതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നോക്കിയ ആ നോർമൽ EST 10 ആ ഒരു ഫോർമാറ്റാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ റൂട്ട് ഫോമിൽ ഐ ആയിട്ട് ചേഞ്ച് ആവും. അത് ദൂവിൻ്റെയും CS അതിൻ്റെ കൂടെ ആയിരിക്കും. ഇനി അടുത്തൊരു വെർബ് നോക്കാം. ലേസൺ മീൻസ് ടു റീഡ്. ഇതിലെ രണ്ടാമത്തെ ലെറ്റർ IE ആയിട്ട് ചേഞ്ച് ആവും. ഇഷ് ലേസർ, ദു ലീസ്റ്റ്, CS least, വിയർ ലേസൺ, ഇയർ ലെസ്റ്റ്, CC ലേസൺ. ഓക്കെ. ഇനി അടുത്തൊരു വെർബ് എന്ന് പറയുന്നത് ഈ റൂട്ടിലുള്ള സെക്കൻഡ് ലെറ്റർ എ വിത്ത് ഉംലൗട്ടിലോട്ട് ചേഞ്ച് ആവും. അതായത് ആ വിത്ത് ഉംലൗട്ട്. അതും ദൂവിൻ്റെയും CSൻ്റെയും കൂടെ ആയിരിക്കും. ഇഷ് ഫാറർ, ദു ഫേഴ്സ്റ്റ്, CS ഫേർട്ട്, വിയർ ഫാറൻ, ഇയർ ഫാർട്ട്, CC ഫാറൻ. ഇന്ന് പഠിച്ചതിൻ്റെ സമ്മറി ഒരിക്കൽ കൂടി നോക്കാം. ഇന്ന് നമ്മൾ കോൺജുഗേഷൻ എന്താണെന്ന് നോക്കി. അതിൽ റെഗുലർ വെർബാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത്. അതിൽ സെയിം ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന കുറച്ച് ടൈപ്പ് വെർബ് നമ്മൾ നോക്കി. EST 10 എന്ന എൻഡിങ് ഫോളോ ചെയ്യുന്ന വെർബുകൾ. പിന്നീട് നമ്മൾ നോക്കിയത് വെർബിൻ്റെ എൻഡും, അതായത് EN എന്ന ലെറ്റർ അവോയ്ഡ് ചെയ്തതിന് ശേഷം, റിമൂവ് ചെയ്തതിന് ശേഷം ആ വെർബ് അവസാനിക്കുന്നത് T അല്ലെങ്കിൽ D എന്ന ലെറ്റർ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റേത് സൗണ്ടോ ലെറ്ററോ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ആഡ് ചെയ്യണം. എന്തിൻ്റെയൊക്കെ കൂടെ? ദൂവിൻ്റെയും CSൻ്റെയും ഇയറിൻ്റെയും കൂടെ. അടുത്ത ഒരു സെറ്റ് വെർബ് നോക്കിയത് വെർബിൻ്റെ എൻഡും EN റിമൂവ് ചെയ്തതിന് ശേഷം ആ വെർബ് അവസാനിക്കുന്നത് S, SS, Z എന്നീ ലെറ്ററുകളിലാണെങ്കിൽ
ടി എന്ന അക്ഷരം മാത്രം എന്ന വേർഡ് മാത്രം ആഡ് ചെയ്യുക എസ് ടിക്ക് പകരം. ഇത് നമ്മൾ ദൂവിനാണ് ചേർക്കാറുള്ളത് എസ് ടി. സോ ആ എസ് അവോയ്ഡ് ചെയ്തിട്ട് ടി എന്ന ലെറ്റർ മാത്രം ആഡ് ചെയ്യുക. പിന്നീട് നമ്മൾ കണ്ടത് വെർബിൻ്റെ റൂട്ട് ഫോമിലുള്ള ചേഞ്ചസ് ആണ്. അതായത് സെക്കൻഡ് പൊസിഷനിൽ വരുന്ന ഈ ഇ എന്ന ലെറ്റർ ഐ അല്ലെങ്കിൽ ഐ ഇ എന്ന രീതിയിൽ ചേഞ്ച് ആവും. അത് ദൂവിനൊപ്പവും എയർ സി എസിനൊപ്പം ആയിരിക്കും ആ ചേഞ്ച് ഉണ്ടാകുന്നത്. പിന്നെ നമ്മളൊരു ചേഞ്ച് നോക്കിയത് എ എന്ന ലെറ്റർ, അതായത് റൂട്ട് ഫോമിലുള്ള എ എന്ന ലെറ്റർ എ വിത്ത് ഉംലൗട്ടായിട്ട് ചേഞ്ച് ആവുന്നത്. അത് ദൂവിനൊപ്പവും എയർ സി എസിനൊപ്പം ആയിരിക്കും ആ ചേഞ്ച് ഉണ്ടാകുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. പറയാൻ ഞാൻ വിട്ടുപോയൊരു മെയിൻ കാര്യം, ഇതുവരെ ഞാൻ ലെസൺ 7 വരെയാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അത്രയും ലെസൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക. ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നതാണ്. ഇപ്പം നിങ്ങൾക്കത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണുമ്പോൾ ഈസിയാണ്, നമുക്കറിയാൻ തോന്നും. പക്ഷേ നിങ്ങൾ ഒരു വട്ടം അത് എഴുതി നോക്കുക. നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ ഗ്രാമർ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇറഗുലർ വെർബ് പരിചയപ്പെടാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.